ഹായ് ആമീസ്, ആരീശ്വറിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മൊത്തത്തിൽ പെറുക്കി പറയുന്നില്ല, ഒന്ന് ചുരുക്കി പറയാം. ഗുഡ് മോർണിംഗ് അമേരിക്ക എന്ന ഷോയില് JK തന്റെ 7 പെർഫോമൻസിന് ശേഷമാണ് ഈ ട്രിപ്പിന് വരുന്നത്. മിലിറ്ററിക്ക് പോകുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു ട്രാവൽ ഷോ പ്ലാൻ ചെയ്തത് ജിമിൻഷിയാണ്. ആദ്യം കാണിക്കുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നതാണ്. പിന്നെ പോണത് ഫുഡ് കഴിക്കാൻ. കൂക്കി എക്സൈറ്റഡ് ആണ്, പക്ഷെ ജിമിൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. കൂക്കിയുടെ ലൈവ് കഴിഞ്ഞല്ലേ ഉള്ളൂ, അതുകൊണ്ട് ജിമിൻ കൂക്കിയുടെ ലൈവ് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നീ ഒരു പോപ്പ് സ്റ്റാർ തന്നെ എന്ന് പറയുന്നുണ്ട്, അതും 2 വട്ടം. പിന്നെ ജിമിനെ തന്നെ പൊക്കി പറയുന്നുണ്ട്. അങ്ങനെ അവർ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അവിടെ ചെന്ന് എന്ത് ഓർഡർ ചെയ്യണമെന്ന് അറിയില്ല. ഈ പാടത്ത് കൊക്ക് തല പൊക്കിയിരിക്കുന്ന പോലെ കൂക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? അപ്പുറത്തെ പ്ലേറ്റിൽ എന്താന്ന് നോക്കാൻ. അത് നോക്കി ഒരു വിധത്തിൽ ഓർഡർ ചെയ്ത് അങ്ങനെ ഫുഡ് എത്തിയപ്പോഴാണ് പണി കിട്ടിയത്. ജിമിൻഷിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കൂക്കി ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കണ്ടായിരുന്നു. പിന്നെ പോയത് ഷോപ്പിങ്ങിനാണ്. അവിടെ എത്തിയപ്പോൾ ജിമിൻഷി കൂക്കിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലാന്ന്. ഇത്രയും പ്രോ ഡ്രൈവറായി എന്നെ നോക്കി നീ അങ്ങനെ പറയോടാ. പിന്നെ അവിടുന്ന് രണ്ടും കൂടെ പൊരിഞ്ഞ് തല്ല്. അതിന്റെ ദേഷ്യത്തിലാണ് ഡോറ് പോലെ അടയ്ക്കാതെ വണ്ടി ലോക്ക് ചെയ്ത് പോണത്. ഉള്ളി കയറിയപ്പോൾ കൂക്കിന്റെ സൈസിനുള്ളതൊന്നും കിട്ടില്ല. ജിമിൻഷിന്റെ സൈസാണെന്നും പറഞ്ഞ് ജിമിൻഷി തന്നെ കിഡ്സിന്റെ സ്ലിപ്പേഴ്സ് എടുത്തോണ്ട് വരുന്നുണ്ട്. വാവ്, സെൽഫൂക്ക്. പിന്നെ പോയത് ബാറിലോട്ട്. കോൺഫിഡൻസ് ഈസ് ദ കീ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് കയറി. കൂക്കി അപ്പറഞ്ഞത് കാര്യം. അങ്ങനെ ബിയറൊക്കെ വാങ്ങി കുടിക്കുമ്പോഴാണ് നമ്മുടെ ജിമിൻഷി പറയണത്, പണ്ട് ജിന്നേട്ട ഇതുമാരത്ത് എന്തോ ഒരു സാധനം ഉണ്ടാക്കില്ലേ, അതെ ജിന്നേട്ടൻ മാറ്റി. ഇവിടെ ആണെങ്കിൽ എക്സൈസുകാർ പിടിച്ചോണ്ട് പോയനെ. പണ്ട് അണ്ണൻ കുക്കറിലിട്ട് റൈസ് വേൻ ഉണ്ടാക്കിയനാണ് പറയണത്. പിന്നെ നേരെ പോയത് കയാക്കിങ്ങിന്. ശാന്തമായ തുടക്കം എന്ന് പറയാൻ വരട്ടെ, കേറിയപ്പോ തന്നെ കൂക്കി വീണ്. ഉഷാറായി. ഇപ്പൊ പുറത്തും വെള്ളം അകത്തും വെള്ളം. വീണത് നമ്മളൊക്കെ കണ്ടില്ലേ, പക്ഷെ കൂക്കി സമ്മതിക്കില്ല. വീണത് കൂക്കിന്റെ കുഴപ്പമല്ല, വെള്ളത്തിന്റെ കുഴപ്പമാണെന്നാണ് പറയുന്നത്. ഗാർഡ്സ് എല്ലാം കൂടെ പിടിച്ച് കരക്കി കയറ്റി. അപ്പൊ ഫോൺ കാണാനില്ല. തുടക്കം തന്നെ മൂഞ്ചി. കൂക്കിക്കാണെങ്കിൽ അതങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല. നീ കളിയാക്കണ്ട ജിബിനെ, പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. വന്നടാ കൂക്കി വന്നടാ. ആളിന്ന് വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നത്. ബെഞ്ച് പ്രസ് ഒക്കെ ചെയ്യണ്ടായിരുന്നു. അങ്ങനെ കുറച്ചേരം അവിടെ തിരിഞ്ഞു വിളിച്ച് രാത്രിയായി. സ്റ്റേ ചെയ്യേണ്ട സ്ഥലത്തെത്തി. ഫുഡൊക്കെ ഉണ്ടാക്കി. കൂക്കിയാണ്ടോ കുക്ക്. പാറ്റേ ഫ്രൈ ആവണ്ടെങ്കിൽ മാറിപ്പിക്കോ. വാവ്, ടേസ്റ്റ് കൊണ്ടായിരിക്കോ അതോ പൊള്ളിയിട്ടായിരിക്കോ? ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ കൂക്കി വിയേട്ടനെ വിളിച്ചു. എന്നിട്ട് സംസാരിക്കുന്നിടെ കൂടെ കോള് കട്ടാക്കി. എന്നിട്ട് ഐ ലവ് യു എന്ന് 2 വട്ടം ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുന്നു. എന്തോ തെറി പറഞ്ഞതാ, അതിനാണ് ഐ ലവ് യു എന്ന് പറഞ്ഞത്. ജിമിൻഷി ആണെങ്കിൽ ഷുഗേട്ടനെയും വിളിച്ചു. വാവ്, സാവേജ് കിങ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 2 ആൾ ഇറങ്ങി. പക്ഷെ ജിമിൻഷി ഇറങ്ങിയില്ല. വയറ് പണിയെടുത്തു. പക്ഷെ വയറിനേക്കാളും വേദനയായിരുന്നു മൂക്കിന്. രാത്രി ഉറക്കത്തിൽ ജിമിൻഷിന്റെ മൂക്ക് കൂക്കിയിടിച്ച് പരത്തി. ഇതോടുകൂടി ഫസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചു. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൽ ഫുള്ളില്ല. ഇതിന്റെ ഒരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പിസോഡ് ഫുള്ള് കാണുന്നേ വേണം. തീരെ കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. അപ്പോൾ ഓക്കെ.